BJP അവരുടെ കൂട്ടത്തിലുള്ള ഒരു സഖ്യകക്ഷിയെ പുറത്താക്കാൻ ചില നീക്കങ്ങൾ നടത്തുന്നു. അതായത് അവരെ ചൊറിഞ്ഞ് പുറത്തുവിടുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. അത് മറ്റെവിടെയുമല്ല, മഹാരാഷ്ട്രയിൽ തന്നെയാണ്. മഹാരാഷ്ട്രയിൽ അജിത് പവാറിൻ്റെ NCP BJPയുടെ മഹായുതി സഖ്യത്തിലേക്ക് എത്തിയതിനെ RSS തുടക്കം മുതലേ ഇതിനെ എതിർക്കുന്നുണ്ട്. ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ സഖ്യം കൊണ്ട് യാതൊരു ഗുണവും BJPക്ക് ഉണ്ടായതുമില്ല. കാരണം ഒരു സീറ്റിൽ മാത്രമാണ് ഈ അജിത് പവാറിൻ്റെ NCPക്ക് ജയിക്കാൻ കഴിഞ്ഞത്. അതുകൂടാതെ തന്നെ അജിത് പവാറോ ശരത് പവാറുമായി ഇപ്പോഴും ബന്ധങ്ങൾ നിലനിൽക്കുന്നു. ഈ നേതാക്കൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോവുകയും കൂടിക്കാഴ്ച നടത്തുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യം, അതായത് ഒട്ടും വിശ്വാസയോഗ്യമല്ലാത്ത ഒരു ഘടകകക്ഷിയായ അജിത് പവാറിന് NCP മാറുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ അജിത് പവാറിനെ എങ്ങനെയെങ്കിലും മുന്നണിയിൽ നിന്ന് പുറത്താക്കാനുള്ള ശ്രമം BJP തുടങ്ങിയതായി RSSനുമായി അടുത്ത ബന്ധമുള്ള ഒരു മറാത്തി വാരികയുടെ റിപ്പോർട്ടിൽ ആണ് ഇത് പ്രതിപാദിക്കുന്നത്. അതിൽ പറയുന്ന കാര്യം, അജിത് പവാറിന് ഈ മുന്നണിയിൽ ഒന്നും തന്നെ ചെയ്യാനില്ല. ഷിൻഡയെ പോലും മഹാരാഷ്ട്രയിലെ ജനം അംഗീകരിച്ചിട്ടില്ല. ഒന്നുകിൽ BJP ഒറ്റയ്ക്ക് നിൽക്കുക എന്നുള്ള ഒരു നിലപാടിലേക്ക് മുൻപോട്ട് പോകുന്നു. ഇപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളും നടക്കുന്നുണ്ട്. ഏതായാലും അജിത് പവാറിനെ കൂടെ കൂട്ടി മുൻപോട്ട് പോവുക അസാധ്യമാണ്. അതിനിടയിൽ അജിത് പവാറിൻ്റെ വിഭാഗങ്ങളും അജിത് പവാറിൻ്റെ ഭാര്യ ഉൾപ്പെടെ ഉള്ളവർ കഴിഞ്ഞ ദിവസം ശരത് പവാറിൻ്റെ വസതിയിലെത്തിയിരുന്നു. ഇവർ ബന്ധുക്കളാണ് എന്നുള്ളത് കൂടി ഇതിനൊരു മറയായി ഉപയോഗിക്കുന്നു എന്നുള്ളൊരു ഒരു കരുതൽ BJPക്ക് ഉണ്ട്. ഏതായാലും അജിത് പവാറിനെ എങ്ങനെയെങ്കിലും തലയിൽ നിന്ന് ഊരിക്കളയാനുള്ള ശ്രമത്തിലാണ് മഹാരാഷ്ട്രയിലെ BJP ഘടകം. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.